ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 6 മാസത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് ഇവള് പ്രഗ്നൻ്റ് ആണ്, അതേപോലെ തന്നെ ഡെലിവറി ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡെലിവറിക്ക് ശേഷം നമ്മൾ കുറച്ചൊന്ന് ഭയങ്കരമായ ബിസിയായി. കാരണം കുട്ടി ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് സീരിയസ് ആയിട്ട് തിരക്കും, പിന്നെ ഞാനും ഷൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ ടോട്ടലി എനിക്ക് ചാനലിലേക്ക് ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും ഇവിടെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഇവക്കും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ചാനലിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടി ഉള്ളത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് തിരക്കൊക്കെ മാറ്റി വെച്ച് ഞാൻ നാട്ടിലെത്തി. ഓൾമോസ്റ്റ് ഇപ്പം ഒരാഴ്ചയായിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ ഇനി ഞാൻ പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാം. അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചോണ്ടാ, ആരെ കണ്ടാലും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ആരെ കൂടെ വേണേലും പൊക്കോളും, ആരെ കണ്ടാലും ചിരിച്ച് മയക്കിക്കോളും. ചിരിക്കടാ. ആവശ്യം നേരത്തെ അങ്ങനെയാണല്ലോ, അല്ലെങ്കിലും ചിരിക്കൂല. നാണമൊക്കെ കുറവായി. ഇതിൽ ഇപ്പം ഈ നമ്മൾ കൊച്ചിനെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടിറ്റ് ഓഫീസ് ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ, ചെറുപ്പത്തിൽ നിന്നല്ല ഇപ്പം തന്നെ ഞങ്ങൾ ഏകദേശം ഒരേ മുഖച്ചായുണ്ട്. ഇവളുടെ എവിടെയും കിട്ടിയിട്ടില്ല. അതായത് എവിടെയും കിട്ടിയിട്ടില്ല, ഒരു ചായയും കിട്ടിയിട്ടില്ല. ടിക്ടോ ആയിട്ട് എല്ലാവരും കാണുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഞാൻ തന്നെയാണെന്നാണ്. ചില ഫോട്ടോയിലൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ. ഇതേ ഫേസ് കട്ട് തന്നെയാണ് ഓൾമോസ്റ്റ്. ഓക്കെ, ഫോട്ടോ കൂടെ അച്ചടിച്ച് വെക്കണം. അപ്പോൾ രണ്ടാൾക്കും ഒരേ ഫോട്ടോ, ഇതേ തേന കൊലിക്കുന്നത്. രണ്ടാൾക്കും ഒരേ തരത്തിലുള്ള ഇങ്ങനെ ഫോട്ടോ മാറി മാറി വെക്കാം നമുക്ക്. ഹായ് ഗൈസ് പറയ്. ഹായ് ഗൈസ്, ഇനി ഞങ്ങളും ഉണ്ടാവും. പേരിട്ടിരിക്കുന്നത് കെവിൻ ആണ്. അപ്പം ഒരു സമയത്ത് ഞാനിങ്ങനെ, നമുക്കിപ്പോൾ പെൺകുട്ടികളെ പേര് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആൺകുട്ടികളെ പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം പേര് നമ്മൾ കുറേ ഇങ്ങനെ തപ്പി ഒന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അവസാനം അവസാനം നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ പല ആൾക്കാരും പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് മറ്റേ അഗ്നിദേവ്, മറ്റേ എന്താണ് രുദ്രാദേവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പവർഫുൾ നെയിംസ് ഒക്കെയാണ്. ജെമിനിനോട് ചോദിച്ചു, അവസാനം ഗതികെട്ട് പേര് കിട്ടാത്ത സമയത്ത് നമ്മൾ ഗൂഗിൾ ജെമിനിനോട് ചോദിച്ച സമയത്ത് ഞാൻ അങ്ങനെ അടിച്ച് ചോദിച്ചത്, അതായത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആണുങ്ങളുടെ നെയിം ചോദിച്ച സമയത്ത് എന്താണ് രാഘവൻ, ഭദ്രൻ, ഇതൊക്കെയാണ് ഗൂഗിൾ ജെമിനി പറഞ്ഞു തന്ന പേരുകൾ. അവസാനം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മളിത് എഴുതി കൊടുക്കണമല്ലോ, ആ സമയത്ത് ഞാനിങ്ങനെ നിൽക്കുക പേപ്പറും പിടിച്ചിട്ട് ഒരു 1.5-3 മണിക്കൂർ ഈശ്വരൻ ഞാൻ എന്തെഴുതും എന്നുള്ള സാധനത്തിൽ, അതായത് വന്ന് അവസാനം 2 പേരിലേക്ക് എത്തി. ഒന്ന് വിഹാൻ എന്നുള്ള പേരിലായിരുന്നു, പിന്നെ ഒന്ന് കെവിൻ എന്നുള്ള പേരിലായിരുന്നു. ഞാനിങ്ങനെ എത്തി വിഹാൻ കെവിൻ വിഹാൻ. അപ്പോൾ ഈ വിഹാൻ ഇടാനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേര്. ഒന്നാമത് എന്താ പറയുക, കെവിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്രിസ്ത്യൻ ഭാഗത്തേക്ക് നെയിം പോവല്ലോ എന്നുള്ള പല ആൾക്കാരും പറഞ്ഞു. ആക്ച്വലി അത് കറക്റ്റാണ്, പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഇവളുടെ പേര് സാന്ദ്ര എന്നാണ്. സാന്ദ്ര എന്ന് ആക്ച്വലി ക്രിസ്ത്യൻ നെയിമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുന്നില്ല എന്ന് വെച്ചു. പക്ഷെ വിഹാൻ ഇടുന്ന സമയത്ത് നമ്മൾ പേര് വിളിക്കുമ്പോൾ വിഹാനെ എന്ന് വിളിക്കുമ്പോൾ, അതായത് പെൺപിള്ളേരുടെ പേര് പോലെ ആവുമല്ലോ, വിഹാനെ എന്ന് വിളിക്കുമ്പോൾ പെൺപിള്ളേർ പോലെ ആവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് കെവിൻ എന്നുള്ള പേരിലേക്ക് തന്നെ എത്തി. പിന്നെ ഇപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഗസറ്റിൽ കൊടുത്ത് മാറ്റിക്കോട്ടെ, ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് നമ്മൾ കിച്ചു എന്നാണ്, കിച്ചുട്ടനാക്കി. യെസ്. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു 6 മാസമായിട്ട് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബ്രേക്ക് എടുത്തു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് തുടർ വീഡിയോകൾ ഉണ്ടാവുന്നതായിരിക്കും. ഇവൻ ജനിച്ചതിന് ശേഷം എന്നെ ഇവിടെ നിൽക്കാൻ സമയം കിട്ടിയിട്ടേ ഇല്ല. ഇവൻ എന്താ പറയുക, ഹോസ്പിറ്റലാവുന്ന സമയത്ത് തൊട്ട് എനിക്ക് ഷൂട്ടിൻ്റെ തിരക്കായിരുന്നു. അതായത് ഇവൻ ഹോസ്പിറ്റലാവുന്ന സമയത്താണ് മറ്റേ ജോജു ജോർജിൻ്റെ അജസുന്ദരി എന്ന് പറഞ്ഞിട്ട് സിനിമ ഷൂട്ട്, അതെനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇവനെ പ്രസവിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ സൈജു കുറുപ്പിൻ്റെ കോഴിക്കോട് വെച്ചൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 1.5 മാസത്തോളം ഞാൻ ഷൂട്ടിന് ബിസിയായി. അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്കായി വേറെ ഏതോ ഷൂട്ടിന് പോയി, കുഞ്ചാക്കോവൻ്റെ ഒരു പടത്തിന് പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ കരിക്കിന്റെ പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു മാസമായിട്ട് കരിക്കിന്റെ ഷൂട്ടിലേക്ക് അങ്ങ് പോയി.
അത് കഴിഞ്ഞ് ഇപ്പൊ നാട്ടിലെത്തിയിട്ട് ഒരു 3-4 ദിവസമായി. ഞങ്ങൾ ലക്കിച്ചാമ. ഇവൻ വിരലും ഭയങ്കര ബിസി ആയി തുടങ്ങി. എങ്ങനെയുണ്ട് ഇനി നിന്റെ അമ്മയായ എക്സ്പീരിയൻസ് പറയും? തീരെ ഉറക്കം കിട്ടാറില്ല. രാത്രി 1 മണിക്ക് ഇങ്ങോട്ട് എണീച്ചാൽ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ 6 മണിക്ക് രാവിലെ കേട്ടോ. പക്ഷെ ഞാൻ ഉറക്കൊഴിക്കാറില്ല. ഞാൻ തന്നെയാ നോക്കല്. ദാദാ ഞാൻ സഹായിക്കും, നമ്മൾ ഒരുമിച്ച് നോക്കും. അതായത് വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ, അതായത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വരുമാനം വേണമല്ലോ, അതൊരു മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ. അപ്പൊ ഇനി അത് ശരിയാട്ടോ, രാവിലെ എണീച്ച് പോണം. പിന്നെ ഓനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഓൻ്റെ അടുത്ത് നിന്ന് കളിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിക്കും കിടന്നുറങ്ങിക്കോട്ടെ, രാവിലെ നയിക്കാൻ പോകുന്നതല്ലേ. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലുള്ളൂ നമുക്ക് വർക്കിന് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വർക്കിന് പോയാലുള്ളൂ ഇൻകം കിട്ടുള്ളൂ. അപ്പം ഞാനും ആ സമയത്ത് ഉറക്കൊഴിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പകൽ കിടന്ന് ഞാൻ ഉറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ബോധം പോകും. അപ്പം ഇവർ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രാത്രി ഉറക്കൊഴിച്ചിരുന്നാലും പകൽ ഇഷ്ടം പോലെ സമയമുണ്ട് ഉറങ്ങാൻ. ആ സമയത്ത് ഞാൻ പോയി വർക്ക് ചെയ്താലേ ഉള്ളൂ വീട്ടിലേക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ശരി തന്നെയാ. പിന്നെ വെച്ചാല് നല്ല രസമാണ്. എനിക്കിപ്പോ ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പം ബോറടിക്കില്ല, ഞങ്ങൾ ഇരുന്ന് കളിക്കും ചിരിക്കും. മോനെ കൊണ്ട് വേറെ അലമ്പൊന്നുമില്ല, ഉറക്കില്ല. അത് തന്നെ മെയിനായിട്ട്. ആകെ കൂടെ ഉള്ളൊരു ഇതെന്താ വെച്ചാൽ ആരെ കണ്ടാലും ചിരിച്ചോളൂ. അതന്നെ. ഇപ്പൊ ആണെങ്കിൽ ചിരിക്കുന്നുമില്ല. വീഡിയോയിലൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കരയാത്ത മക്കളെ എവിടെ ഉണ്ടാവോ? ഇതിപ്പോ എന്താ അറിയില്ല, ഇങ്ങനെ പറയുന്നോണ്ടായിരിക്കും. വീഡിയോ വ്ളോഗില് ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടായിരിക്കും. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തിരക്കും കാരണം അതും ഇതൊക്കെ ആയിട്ട് പിന്നെ അതങ്ങ് എവിടെയൊക്കെയോ പോയി. പിന്നെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ പാക്കിംഗ് ഒക്കെ എടുക്കുമല്ലോ, അതായത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി എന്നുള്ള സാധനങ്ങളും അതുമാതിരി തന്നെ ഇവന് വേണ്ടിയിട്ട്, അതായത് ഫസ്റ്റ് മാസം കുറച്ച് ഭയങ്കര കെയർ ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവന് വേണ്ടി വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെയോ പോയി, മിസ്സായിപ്പോയി. ക്യാമറ ലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മളിപ്പോൾ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു, നമ്മൾ ആ ഡ്രസ്സും ആ പാക്കിന്റെ. അത് പോസ്റ്റ് ചെയ്തില്ല തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞ അത് മിസ്സായിപ്പോയി. ഇത് മറ്റേ ബേബി പാക്കിങ്ങിന്റെ അല്ലേ? അത് എന്തായാലും പുതിയൊരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഈ പ്രഗ്നൻ്റ് ആയ, അതായത് ഞങ്ങൾ അതിൽ ആ സമയത്ത് നമ്മൾ യൂട്യൂബിലൊക്കെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്താ സാധനം മേടിക്കേണ്ടതെന്നുള്ള. ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, അതായത് ഈ വീട്ടിലുള്ള അമ്മമാരും എന്ന് പറയുമ്പോൾ അവർ അന്ന് പ്രസവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, അന്ന് ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളന്ന് യൂട്യൂബിൽ ഇവക്ക് തന്നെയായിരുന്നു പരിപാടി. അതായത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്, എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അതൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അത് ഉപകാരപ്പെടും, കാരണം നമുക്കത് ഉപകാരപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇപ്പം അത് പറഞ്ഞില്ലല്ലോ, ഇപ്പം ഈ ഒരു ജൂൺ 10 വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5 മാസം തികഞ്ഞു. 6 സ്റ്റാർട്ട് ചെയ്യും. ജനുവരി 10-നാണ് കുട്ടൂസം പുറത്തേക്ക് വന്നത്. അതെ, ജനുവരി 10-നാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ഇപ്പൊ ഒരു ഉഷാറില്ലാതെ ചില ഉറക്ക് വരുന്നുണ്ട്, അതാണ് ഒരു മൂഡില്ലാത്തത്. അല്ലെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് ഇനി ഞങ്ങൾ എപ്പോഴും ലൈവിലുണ്ടാവും. അപ്പം ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ എന്തായാലും ഞങ്ങൾ ഒരു പുതിയ മെമ്പറും കൂടെ ഉണ്ടാവും. അതന്നെ, പുതിയ മെമ്പറും കൂടെ ഉണ്ടാവും, കിച്ചോട്ടനും കൂടെ ഉണ്ടാവും ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോസിൽ. അപ്പം ഇനി തുടർത്തുള്ള വീഡിയോസ് ഇടാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പം മെയിനായിട്ട്. കാരണം ഇനിയിപ്പോൾ കരിക്കിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ബ്രേക്കായി. ഇനിയിപ്പോൾ അത് റീഷൂട്ട് വരുന്ന സമയത്ത്, പുതിയ ഷെഡ്യൂൾ വരുന്ന സമയത്ത് എന്തായാലും പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും, തുടർന്നുള്ള വീഡിയോസ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ see you in the next video. Bye bye. Bye bye.